എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഈ ഒരു കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളെക്കുറിച്ച് അല്ലേ, അവർ ചെന്ന് പെടുന്ന ചില വലകൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലേ. അവർ നന്നായിട്ട് വളരണം, നല്ല മക്കളാവണം, നല്ല ജോലി ഉണ്ടാവണം, നല്ല രീതിയിൽ അവർ ജീവിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. പക്ഷേ വളരെ കുഞ്ഞു മക്കൾ വരെ ചെന്നുപെടുന്ന ഓരോരോ സ്ഥലങ്ങൾ, അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ വിഷമമാണ് മനസ്സിന്. ഓരോ അമ്മമാരും ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമിക്കുന്നുണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം, മുത്തശ്ശിമാർ നമ്മളെ പിടിച്ചിരുത്തി നാമം ജപിപ്പിക്കുക, അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ. അതുപോലെ രാവിലെ എണീറ്റ് കുളിച്ച് തൊട്ടടുത്തുള്ള അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് തൊഴുത് വന്നതിന് ശേഷം മാത്രമേ ബാക്കി എന്ത് കാര്യവും ചെയ്യാൻ സമ്മതിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കുട്ടികളുടെ ശീലം ആക്കണം. അത് നമ്മളാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മളെ കുട്ടികളെ കൊണ്ടൊന്നും കൂടി നമ്മൾ ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും എല്ലാ ദിവസവും ഇതൊന്നും പറ്റിയെന്ന് വരില്ല. കാരണം പഴയ കാലമല്ല, ഇന്നത്തെ കാലം ഒരുപാട് മാറി, അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അമ്പലത്തിലൊക്കെ ദിവസവും കുട്ടികൾക്ക് രാവിലെ പോകുക എന്നുള്ളതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. എന്നാലും അവർക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അവരെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിയിക്കുക. അതുപോലെ തന്നെ നാമജപം, മുടങ്ങാതെ നാമം ജപിക്കാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും അച്ഛനും അമ്മയും മുൻകൈ എടുത്താൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഒരുപക്ഷെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് അറിയാനുള്ള പ്രായമായി എന്ന് വരില്ല. ഭാവിയിൽ അവർക്ക് ഇതിൻ്റെ ഗുണം എന്തായാലും അവർ തന്നെ സ്വയം മനസ്സിലാക്കും. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ മനസ്സ് വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ നമ്മുടെ കുട്ടികളെ നേരെ വഴിക്ക് നടത്തിക്കോളും. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഭഗവാനെ വിളിച്ച് നാമം ജപിക്കേണ്ട നാമം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജപിക്കേണ്ട നാമത്തെക്കുറിച്ച്. നാമം ജപിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊന്നും വഴിതെറ്റി പോവില്ല. അതുപോലെ തന്നെ അവരുടെയൊക്കെ പക്കപ്പിറന്നാൾ ദിവസം, എല്ലാ മാസത്തിലും നാൾ വരുമല്ലോ, ആ 4 ദിവസം അമ്പലത്തിൽ പോയിട്ട് തൊഴുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ അർഹത ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ദാനമായിട്ട്, കുട്ടികൾക്കോ ആർക്കായാലും ദാനമായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണോ ചെയ്യാൻ പറ്റുക അത് കൊടുക്കുക. അതിനേക്കാൾ വലിയ പുണ്യം എന്താ കിട്ടാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അച്ഛനും അമ്മയും ചെയ്യുക. അതുപോലെ തന്നെ അച്ഛനമ്മമാർ പ്രാർത്ഥിക്കുക. അച്ഛനമ്മമാരും മക്കളുടെ കൂടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക. അമ്പലത്തിൽ പോകുമ്പോൾ കുടുംബത്തോട് കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് തൊഴുക. ഇതൊക്കെ ചെയ്താൽ തന്നെ കുടുംബത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികളൊന്നും വഴിതെറ്റി പോവില്ല. നമ്മൾ അവർക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കുക. നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്കും നമ്മൾ ശീലമാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി നല്ലൊരു സമൂഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ കുട്ടികൾ വളരെയധികം എനർജിയുള്ള കുട്ടികളാണ്. അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ ചെറിയ പ്രായത്തിൽ നമ്മൾക്കുണ്ടായിരുന്ന അറിവിൻ്റെ എത്രയോ മടങ്ങ് അറിവ് അവർക്ക് ഇന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ആ നല്ല വഴികളിൽ കൂടി അവരെ നടത്തിക്കുക. ഇതൊക്കെ നമ്മളെങ്ങനെയാണോ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത് അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ. നമ്മളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ നാമജപം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം, ഇതിൻ്റെയൊക്കെ ഒരു അടിത്തറ നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. കുട്ടികളെല്ലാവരും നല്ല വഴിക്ക് പോയിക്കോളും. അവരേറ്റവും നല്ല മക്കളായിക്കോളും. ഈ നാടിനും അച്ഛനമ്മമാർക്കും നാടിനും മറ്റുള്ള കൂടെയുള്ള ആളുകൾക്കും ഒക്കെ ഉപകാരം ചെയ്യുന്ന നല്ല കുട്ടികളായിട്ട് അവർ മാറും. അതിനൊന്നും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇതേപോലെയുള്ള ശീലങ്ങൾ തുടർന്ന് എത്രയോ മക്കൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിരന്തരം നമ്മളും നാമം ജപിക്കുക, അവരെക്കൊണ്ടും ഇതൊക്കെ ശീലമാക്കുക, അമ്പലത്തിൽ പോവുക, നല്ല ശീലങ്ങൾ നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. എല്ലാ മക്കളും നന്നായിട്ട് വരട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.